നേട്ടങ്ങളിൽ 140 കോടി ഇന്ത്യക്കാർ എപ്പോഴും അഭിമാനം കൊള്ളുന്നതായും സുനിതയും ബുച്ചും വിജയകരമായി ലാൻഡ് ചെയ്യാൻ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി കുറിച്ചു. തിരിച്ചെത്തിയ ശേഷം നിങ്ങളെ ഇന്ത്യയിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ പുകൾപെറ്റ പുത്രന്മാരിൽ ഒരാളെ ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമായിരിക്കുമെന്നും മോദി എക്സിൽ പങ്കുവച്ച കത്തിൽ കുറിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ 90 കിലോ ചന്ദനത്തടികൾ പിടികൂടി. കേസിൽ 2 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശി മുഹമ്മദ് നബി, വെന്നിയോട് സ്വദേശി വിഷ്ണു ആർ എന്നിവരാണ് പിടിയിലായത്. 5 ലക്ഷം രൂപ വില വരുന്ന ചന്ദനത്തടികളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് ചന്ദനത്തടികൾ കണ്ടെത്തിയത്. ഇവിടെ നിന്നും മരമുറി യന്ത്രവും പിടിച്ചെടുത്തു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള വീടുകളിൽ നിൽക്കുന്ന ചന്ദനമരം വാങ്ങി വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇവർ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരൻ BA ബാലുവിനോട് വിശദീകരണം തേടും. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെതാണ് തീരുമാനം. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് കത്ത് നൽകിയത് എന്നതിലാണ് വിശദീകരണം തേടുന്നത്. ജാതി വിവേചനം നടന്നതായി ബോർഡിന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് ചെയർമാൻ CK ഗോപി പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി വന്നാൽ ബോർഡ് പരിശോധിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. 2 ആഴ്ച കൂടി ലീവ് നീട്ടണമെന്ന് ബാലു കത്ത് നൽകിയിരുന്നു. ഇത് ഓഫീസ് നിർവഹണത്തിന്റെ ഭാഗമായി പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഓഫീസ് ജോലിയിലേക്ക് മാറ്റണമെന്ന ബാലുവിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും യോഗത്തിൽ തീരുമാനമായി. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി തട്ടിയതായാണ് പരാതി. തൃശൂർ 3 പീടിക സ്വദേശി ഹരിദാസ്